നമസ്കാരം. ക്വിക്ക് കൊമേഴ്സ് മേഖലയിൽ അടുത്ത മത്സരവുമായി എത്തിയിരിക്കുകയാണ് കമ്പനികൾ. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട്, സെപ്റ്റോ, ബ്ലിങ്കിറ്റ് എന്നിവയുടെ ആധിപത്യം തകർത്ത് ആമസോൺ കൂടി എത്തിയതോടെയാണ് മത്സരം കടുക്കുന്നത്. ഓർഡർ ചെയ്താൽ 15 മിനിറ്റിനുള്ളിൽ നിത്യോപയോഗ സാധനങ്ങൾ വീട്ടിലെത്തിക്കാമെന്നാണ് ആമസോണിന്റെ വാഗ്ദാനം. ഈ മാസം അവസാനത്തോടെ ആദ്യഘട്ടമായി ബാംഗ്ലൂരിൽ പദ്ധതിക്ക് തുടക്കമിടും. അതേസമയം 10 മിനിറ്റിനുള്ളിൽ പലചരക്ക് സാധനങ്ങൾ മുതൽ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ വരെ വിതരണം ചെയ്യുമെന്നാണ് സൊമാറ്റോയുടെ ബ്ലിങ്കിറ്റും സോഫ്റ്റ് ബാങ്കിന്റെ പിന്തുണയുള്ള സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ടും വാഗ്ദാനം ചെയ്തിട്ടുള്ളത്. മുകേഷ് അംബാനിയുടെ റിലയൻസും 10 മുതൽ 30 മിനിറ്റിനുള്ളിൽ ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്ന പദ്ധതിക്ക് മുംബൈയിൽ തുടക്കമിട്ടിട്ടുണ്ട്. മാറുന്ന ഉപഭോക്തൃ രീതികൾ കണക്കിലെടുത്ത് അതിവേഗ വിതരണ സാധ്യതകൾ പ്രയോജനപ്പെടുത്തുകയാണ് കമ്പനികൾ. ഇതിനായി രാജ്യമൊട്ടാകെ വെയർ ഹൗസുകൾ സ്ഥാപിക്കാനാണ് ആമസോൺ ഉൾപ്പെടെയുള്ള കമ്പനികൾ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ളത്. ഇന്ത്യയിലെ 91% ഓൺലൈൻ ഉപയോക്താക്കളും ക്വിക്ക് കൊമേഴ്സിനെ കുറിച്ച് ബോധവാന്മാരാണെന്ന് മെറ്റ പുറത്തുവിട്ട റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഇവരിൽ തന്നെ പകുതിയിലധികവും സേവനം പ്രയോജനപ്പെടുത്തിയിട്ടുമുണ്ട്. സ്വിഗ്ഗി, ഇൻസ്റ്റാമാർട്ട് ഉൾപ്പെടെയുള്ള കമ്പനികൾ നിരവധി നഗരങ്ങളിൽ ഇതിനകം സാന്നിധ്യം ശക്തമാക്കി കഴിഞ്ഞു. ഓർഡർ ചെയ്താൽ മിനിറ്റുകൾക്കുള്ളിൽ വീടുകളിൽ എത്തിക്കാനുള്ള സംവിധാനവും ഇവർക്കുണ്ട്. ആമസോൺ ഫ്രഷ് എന്ന പേരിൽ 2 മണിക്കൂറിനുള്ളിൽ പലചരക്ക് സാധനങ്ങൾ വിതരണം ചെയ്യുന്നതിന് ആമസോണിന് നിലവിൽ സംവിധാനമുണ്ട്. അതിവേഗ വിതരണ സംവിധാനം കൂടി തുടങ്ങിയാൽ സ്വിഗ്ഗി, സെപ്റ്റോ, ബ്ലിങ്കിറ്റ് എന്നിവയ്ക്ക് കനത്ത വെല്ലുവിളിയാകും. നിത്യോപയോഗ സാധനങ്ങൾക്ക് പുറമെ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ പോലും അതിവേഗം വിതരണം ചെയ്യുന്നതിനാണ് ഇ കൊമേഴ്സ് കമ്പനികൾ തയ്യാറെടുക്കുന്നത്. 2023 32% അപേക്ഷിച്ച് 2024 ഉപഭോക്തൃ ഇലക്ട്രോണിക്സ് വിൽപ്പനയുടെ 34% ഓൺലൈൻ സംവിധാനം വഴിയായിരുന്നു. അതായത് ഒരു വർഷത്തിനുള്ളിൽ 11,000 കോടി രൂപയുടെ വിൽപ്പനയാണ് റീറ്റെയിൽ സ്റ്റോറുകളിൽ നിന്ന് ഓൺലൈനിലേക്ക് മാറിയത്. സ്മാർട്ട് ഫോൺ, ലാപ്ടോപ്പ്, TV, എയർ കണ്ടീഷണർ, ഫ്രിഡ്ജ് എന്നിവ ഉൾപ്പെടെയുള്ളവയുടെ ഓൺലൈൻ വിൽപ്പന 2024 2 ലക്ഷം കോടി രൂപയായിരിക്കുമെന്നാണ് കണക്കാക്കിയിട്ടുള്ളത്. ഇന്ത്യയിൽ വളരുന്ന ക്വിക്ക് കൊമേഴ്സ് വിപണിയിലേക്ക് ആമസോണും ഇറങ്ങിയിട്ടുണ്ട്. ആമസോൺ ഇന്ത്യയുടെ വാർഷിക പരിപാടിയിൽ കൺട്രി മാനേജർ സാമിർ കുമാർ ആയിരുന്നു ആമസോണിന്റെ വരവ് അറിയിച്ചത്. നിലവിൽ 15 മിനിറ്റിനുള്ളിൽ അവശ്യ സാധനങ്ങൾ ബ്ലിങ്കിറ്റും സെപ്റ്റോയും സ്വിഗ്ഗിയും എത്തിക്കുന്നുണ്ട്. ഈ കമ്പനിക്ക് മത്സരം നൽകാൻ ലക്ഷ്യമിട്ടാണ് ആമസോണിന്റെ പുതിയ നീക്കം. ക്വിക്ക് ഡെലിവറിയുടെ പരീക്ഷണം ഈ മാസം അവസാനം ആമസോൺ ബംഗളൂരുവിൽ ആരംഭിക്കും. വേഗത്തിൽ ഉപയോക്താക്കൾക്ക് ഡെലിവറി എത്തിക്കാൻ ചെറിയ വെയർഹൌസുകൾ ആമസോൺ ആരംഭിക്കുന്നുണ്ട്. ക്വിക്ക് കൊമേഴ്സ് ഇന്ത്യയിൽ വലിയ ശ്രദ്ധയാകർഷിച്ചു വരികയാണ്. വേഗത്തിൽ സാധനങ്ങൾ വേണമെന്ന ഉപയോക്താക്കളുടെ താല്പര്യവും ഇത് സൂചിപ്പിക്കുന്നുണ്ട്.